വാലന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 30 ദിവസത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സബ്ജക്ട്സുകളെല്ലാം ഫിനിഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു ചെറിയൊരു ടൈം ടേബിൾ എന്റേതായിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. പ്ലസ് എനിക്കൊരു വേറൊരു സ്പെഷ്യൽ കാര്യം കൂടെ പറയാനുണ്ട്. ഓക്കെ, നമുക്ക് അതിലോട്ട് പോകാം. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. എൻ്റെ ടൈം ടേബിൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ടൈം ടേബിൾ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് റഫായിട്ട് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സുകളൊന്നും പ്രോപ്പറായിട്ടില്ല. എൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതൊക്കെ തപ്പിയെടുക്കാനുള്ളൊരു സാവകാശം എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഗൂഗിളിൽ ഈ പറയുന്ന ചാപ്റ്റേഴ്സിന്റെ നെയിം ഒക്കെ സെർച്ച് ചെയ്തു. അതായത് ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ ഒക്കെ ചാപ്റ്റേഴ്സുകൾ സെർച്ച് ചെയ്തിട്ട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാനിപ്പോ ബയോ കെമിസ്ട്രി ഫിസിക്സ് ഇത്ര എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ബേസിസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 23-ാം ദിവസം വരെയാണ് എന്റെ ടൈം ടേബിൾ പോകുന്നത്. ഈ 23-ാം ദിവസം കഴിഞ്ഞു കഴിഞ്ഞാല് എന്നുവെച്ചാൽ 23-ാം ദിവസം വരെ ടൈം ടേബിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ പല രീതിയിൽ മാറ്റാം. അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തുമ്മല് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ജലദോഷത്തിന്റെ ചില ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശരി, അപ്പൊ ഞാൻ പറയാൻ വന്നത് ഈ പറയുന്ന ടൈം ടേബിൾ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ഏറ്റവും കൂടുതൽ ഒരു ചാപ്റ്ററിന് കൂടുതൽ പഠിക്കുമ്പോഴത്തേനും മറ്റേ ചാപ്റ്റേഴ്സ് കുറച്ച് പഠിക്കണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ, ഒരു ചാപ്റ്റർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള വേറെ സബ്ജക്ട്സിൽ നിന്നുള്ള ചാപ്റ്റേഴ്സ് എടുക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതാ സംഭവങ്ങൾ ഈ പറയുന്ന ടൈം ടേബിൾ വരുന്നത്. ഇത് എന്നതായി ഈ പറയുന്ന ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാ പിന്നെ വേഗം ഈ ടൈം ടേബിൾ ഒന്ന് പറയും എന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിലോട്ട് പോകാം. ഞാൻ നിങ്ങളുടെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഡേ 1 എടുക്കാം. ഡേ 1 ജസ്റ്റ് ഒരു പേപ്പറും പേനയും എഴുതി വെച്ച് എടുത്തോളേ. ഞാൻ ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മൊത്തത്തിലുള്ള ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ കൂട്ടത്തിൽ ഒന്ന് എഴുതിയെടുത്തേക്ക്. ഒരുപാട് ടൈം ഒന്നും വേസ്റ്റ് ചെയ്തൊന്നുമില്ല, ഒന്ന് എഴുതിയെടുത്തേക്ക. അപ്പൊ ഡേ 1 നോക്കുക. ഡേ 1 ബയോ ഫിസിക്സ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി ഫിസിക്സ് ഇങ്ങനെ ഒരു ടേബിൾ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഡേ 1 ബയോളജി കൊടുത്തിരിക്കുന്നത് +2 ചാപ്റ്റേഴ്സ് ആണ് എടുത്ത് ആദ്യം കൊടുത്തേക്കുന്നത്. അതായത് ഞാൻ ഒരു എന്താ പറയാ പ്രയോറിറ്റി ബേസിസിലാണ് ഇത് അറേഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോ ബയോളജിയിലാണെങ്കിൽ ഡേ 1 എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോ പിന്നെ അതുകൂടാതെ അതെന്ന് പറയുമ്പോൾ അറിയാലോ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും എല്ലാം വരുന്നതാണ്. അത് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഓൾറെഡി ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് റിവൈസ് ചെയ്യാം. എന്റെ കൂട്ടത്തിൽ ചേർന്ന് തന്നെ റിവൈസ് ചെയ്യാം. അപ്പോൾ ഇനി പറയുന്ന സെയിം ഡേ 1 തന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് എഴുതുക. സോളിഡ് സ്റ്റേറ്റും സൊല്യൂഷൻസും, ഈ 2 ചാപ്റ്റേഴ്സ് ആണ് എടുത്തേക്കുന്നത്. സോളിഡ് സ്റ്റേറ്റും സൊല്യൂഷൻസും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സിലാണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. സെമി കണ്ടക്ടേഴ്സ് ഒരു സംഭവമാണ്. അത് കാണുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും, പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര ഈസിയാണ്. ഈ മറ്റേ ഡയോഡ്സിന്റെ പടങ്ങളൊക്കെ വരുന്നില്ലേ, ഭയങ്കര ഈസിയാണ്. പിന്നെ എപ്പോഴും ഈ പറയുന്ന ഞാൻ ഉണ്ടായിരുന്ന കീമായിരുന്നല്ലോ, കീമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, PNP ഡയോഡിനകത്ത് എന്താണ് അങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡയോഡിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഭയങ്കര പാടില്ല, ഭയങ്കര കുറവാണ്. ഡയോഡിന്റെ ക്വസ്റ്റ്യൻ പക്ഷെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ എക്സാമിന് പോയപ്പോഴത്തേന് ശരിക്കും സെമി കണ്ടക്ടേഴ്സ് എനിക്കിങ്ങനെ ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ഞാനത് പഠിച്ച് അത് റെഡിയായിരുന്നു. അത്ര സിമ്പിൾ ആണ്. കാരണം ഞാൻ അത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അത്ര സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഡേ 2 വരുന്നത് ബയോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. പിന്നെ കെമിസ്ട്രിയിൽ വരുമ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കെമിക്കൽ കൈനറ്റിക്സ്. അതുപോലെ തന്നെ ഫിസിക്സിൽ വരുമ്പോൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. അപ്പോൾ ഇതാണ് ഡേ 2 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡേ 3. ഡേ 3 വരുന്നത് ജെനറ്റിക്സ് ആണ്. ബയോളജി ജെനറ്റിക്സ് ആണ് വരുന്നത്. ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ കട്ട് ചെയ്തൊക്കെയാണ്. കാര്യം എവല്യൂഷൻസിൽ അങ്ങനെ ചോദ്യങ്ങൾ വരുന്നില്ല, സിലബസിൽ തന്നെ കാണുന്നില്ല. അത് കാരണം ഞാൻ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനും അങ്ങനെ ഒരു ചാപ്റ്ററുമാണ് ഞാൻ കൊടുത്തത് ജെനറ്റിക്സിൽ. നെക്സ്റ്റ് വരുന്നത് കെമിസ്ട്രി. ഡേ 3 കെമിസ്ട്രി തന്നെയാണ്, സർഫസ് കെമിസ്ട്രി ആണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഡേ 3 ഫിസിക്സിനകത്ത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ,
അതുപോലെ തന്നെ ഫിസിക്കൽ വേൾഡ്, അതായത് ഫിസിക്സിന്റെ +1 ഫസ്റ്റ് ചാപ്റ്റർ, അതാണ് ഞാൻ കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആണല്ലോ, അത് ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ല. അപ്പോ ആ ഒരു സെക്ഷനാണ് ഡേ 3 വരുന്നത്. നെക്സ്റ്റ് ഡേ 4 വരുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ബയോളജി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ വരുന്നത് P ബ്ലോക്ക് ആണ്, ഹോൾ P ബ്ലോക്ക് വരുന്നുണ്ട്. ഫിസിക്സിനകത്ത് വരുമ്പോൾ വേവ് ഓപ്റ്റിക്സ് ആണ് ഇട്ടേക്കുന്നത്, വേവ് ഓപ്റ്റിക്സ്. ഓക്കെ, ഇതാണ് ഡേ 4. ഇനി നെക്സ്റ്റ് ഡേ 5 എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഓഫ് ദ ഫുഡ് പ്രൊഡക്ഷൻ. അതും ഓൾറെഡി ഞാൻ ഇതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാം, അതായത് നിങ്ങൾക്ക് ഈ റിവൈസ് ചെയ്യുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ തന്നെ എന്റെ ക്ലാസ് കൂടെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമില്ല. കെമിസ്ട്രി വരുന്നത് ഡേ 5 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അതും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അതിനകത്ത് ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ എക്സാമിന്റെ സിമ്പിൾ ഏരിയാസ് മാത്രമേ ചോദിക്കത്തുള്ളൂ, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് എന്ന് പറയുന്ന ഫിസിക്സ് ഡേ 5 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അതൊക്കെ ശരിക്കും ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് വായിക്കേണ്ടത്, ഫിസിക്സ് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് വായിക്കേണ്ടത്. പ്ലസ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഓരോ ദിവസത്തിലും നിങ്ങൾ MCQs ചെയ്യാൻ മറക്കരുത്. MCQs മെയിൻ ആണ്. ഈ പറയുന്ന ടെക്സ്റ്റ് ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കാനല്ല ഈ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നത്, നിങ്ങൾ MCQs കൂടെ ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേ 6 ആണ്. ഡേ 6 വരുമ്പോൾ മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ, അതുപോലെ തന്നെ കെമിസ്ട്രി വരുന്നത് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്, അതുപോലെ ഫിസിക്സ് വരുന്നത് റേ ഓപ്റ്റിക്സ്. ഓക്കെ, ഇതാണ് ഡേ 6 വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഡേ 7 ബയോടെക്നോളജി, 2 ചാപ്റ്ററും ഉണ്ട് ബയോളജിയിൽ. പിന്നെ ആൽക്കഹോൾസ് ഫീനോൾസ് അത് വരുന്നുണ്ട് കെമിസ്ട്രിയിൽ. അതേപോലെ തന്നെ ഫിസിക്സിൽ വരുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ നിങ്ങൾ വേറെ തിയറി പഠിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചാൽ മതി. ഈ ഫിസിക്സ് എന്ന് പറയുന്ന ആൾട്ടർനേറ്റിംഗ് കറന്റും അതുപോലെ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഫിസിക്സ് ചാപ്റ്ററും നിങ്ങൾ തിയറി പഠിക്കാൻ നിൽക്കേണ്ട. അടുത്ത് ഡേ 8 വരുന്നത് പോപ്പുലേഷൻ ആൻഡ് എക്കോസിസ്റ്റം, അതാണ് അടുത്ത ചാപ്റ്റർ ബയോളജിയിൽ. അതേപോലെ ഡേ 8 കെമിസ്ട്രി വരുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അതുപോലെ ഫിസിക്സ് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഈ AC-യും EMI-യും നിങ്ങൾ തിയറി പഠിക്കേണ്ട, നിങ്ങൾ MCQs മാത്രം ചെയ്താൽ മതിയാകും. ഓക്കെ, നെക്സ്റ്റ് 9th ഡേ വരുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അതുപോലെ കെമിസ്ട്രി വരുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രോജൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ഫിസിക്സ് വരുന്നത് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് കറന്റ് ആൻഡ് മാഗ്നറ്റിസം, അത് കുറച്ച് പാടാണ് ആ ചാപ്റ്റർ. അപ്പോൾ അതാണ് ആ ഒരു ടഫ് ചാപ്റ്റർ ആണ് ഞാൻ ഈ 2 ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫിസിക്സിന്റെ ആ ഒരു പോർഷന്. നെക്സ്റ്റ് വരുന്നത്, കാരണം മാഗ്നറ്റിസം കുറച്ച് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ്സാവാത്ത ഒരു ഏരിയ ആണത്. നെക്സ്റ്റ് 10th ഡേ വരുന്നത്, ഡേ 10 വരുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അതുപോലെ തന്നെ കെമിസ്ട്രിയില് ബയോമോളിക്യൂൾസ് ആൻഡ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ആ ചാപ്റ്ററിൽ നിന്ന്. കാരണം അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ കെമിസ്ട്രിയിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യാനോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫിസിക്സിൽ വരുന്നത് കറന്റ് ഇലക്ട്രിസിറ്റി ആണ് ഡേ 10 കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഇതാണ് ഡേ 10 എന്ന് പറയുന്നത്. ഇനി വരുന്ന ഡേ 11 ബയോളജി വരുന്നത് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, നമ്മുടെ മറ്റേ സെൽ സൈക്കിളും സെൽ ഡിവിഷനും ഒക്കെയാണ്. കെമിസ്ട്രിയിൽ വരുന്നത് കെമിസ്ട്രി ഇൻ എവ്രിഡേ ലൈഫ്. ഫിസിക്സിൽ വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും ആണ് ഡേ 11 കൊടുത്തിരിക്കുന്നത്. ഇനി ഡേ 12 എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ്. അറിയാം, നമ്മുടെ ലിവിംഗ് വേൾഡിന്റെ ആ 2 ചാപ്റ്റർ ആണ്. മറ്റേ ലിവിംഗ് വേൾഡും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും ആണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിസ്ട്രിയിലെ +1 ചാപ്റ്റർ ആണത്, സ്ട്രക്ചർ ഓഫ് ആറ്റം. അതുപോലെ തന്നെ ഫിസിക്സിൽ വരുന്നത് വേവ്സ് ആണ് കേട്ടോ, വേവ്സ്. അപ്പോൾ അതാണ് ഡേ 12 വരുന്നത്. ഡേ 13 വരുമ്പോഴത്തേനും നമ്മുടെ ബയോളജി ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ് ആൻഡ് മിനറൽ ന്യൂട്രീഷൻ. അപ്പോൾ അതിൽ മിനറൽ ന്യൂട്രീഷൻ ഒരു കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. എപ്പോഴും ഒരു 2 ക്വസ്റ്റ്യൻ നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും. അപ്പോൾ മിനറൽ ന്യൂട്രീഷൻ അത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. അതിൽ എപ്പോഴും എല്ലായിടത്തും മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിന്റെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം പഠിച്ചാൽ മതിയാവും. മിനറൽ ന്യൂട്രീഷന് നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതിൽ എസ്പെഷ്യലി നമ്മുടെ എക്സാമ്പിൾസ് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, അതായത് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും പ്ലസ് പറയുന്ന നമ്മുടെ നൈട്രോജൻ സൈക്കിൾ, ആ എക്സാമ്പിൾസ് ഇല്ലേ, കുറെ ബാക്ടീരിയാസിന്റെ ആ എക്സാമ്പിളും അതുപോലെ തന്നെ ഈ മൈക്രോ ന്യൂട്രിയൻസിൽ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ ഡേ 13 തന്നെ കെമിസ്ട്രി വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി. ഫിസിക്സ് വരുന്നത് ഓസിലേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡേ 13 എന്ന് പറയുന്ന. അത് പറഞ്ഞപ്പോഴത്തേനുണ്ട് കാര്യം ഓർത്തെ,
അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഈ ഡേ 1 to day 30 വരെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു തരുന്നതിന്റെ കൂട്ടത്തില് ഞാൻ ഈ പറയുന്ന ഒരു പുതിയൊരു സംഭവം നേരത്തെ പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഞാൻ എന്ന് പറയുന്നത് ഒരു റിവിഷൻ ക്ലാസ് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ട്യൂഷൻ എടുത്തവർക്ക് മനസ്സിലാകും. ഞാൻ ടീച്ച് മീറ്റ് ആപ്പ് വഴിയൊക്കെയാണ് എടുത്തിരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഞാൻ കൺഫേം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ റിവിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ ആയിരിക്കും day 1, day 2, day 3 എന്ന് പറഞ്ഞിട്ട് ഇതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ റിവിഷൻ എടുക്കുന്നത്. അത് ഞാൻ അത് എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അപ്പോൾ നിങ്ങളിപ്പോ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ day 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ എന്ന് വെച്ചാൽ ബയോളജിക്ക് എന്നെ നിങ്ങൾക്ക് എന്താ പറയാ എന്റെ ക്ലാസ് അല്ലെങ്കിൽ എന്റെ റിവിഷൻ നിങ്ങൾക്ക് കേൾക്കാം. ജസ്റ്റ് NCERT ലൈൻസുകൾ നോക്കുന്നതാണ് എന്റെ റിവിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ സെന്റൻസും വായിക്കുന്ന സംഭവങ്ങളല്ല. അതായത് മെയിൻ ആയിട്ട് വായിക്കേണ്ടത് മാത്രമേ നമ്മളിവിടെ വായിക്കുന്നുള്ളൂ, പഠിക്കേണ്ടത് മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. അതാണ് ആ ഒരു ക്ലാസിന്റെ ആ ഒരു റിവിഷന്റെ സംഭവം. ജസ്റ്റ് ഗോയിങ് ത്രൂ ദ സബ്ജക്ട്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ജോയിൻ ചെയ്യണോ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്റെ നമ്പർ അറിഞ്ഞൂടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോ അത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ബയോളജി നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് വരണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബയോളജി ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ആരെങ്കിലും റിവൈസ് ചെയ്യാനോ കൂട്ടത്തിൽ ഇരിക്കാനോ ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കി കെമിസ്ട്രിയും ഫിസിക്സും നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗം എന്താ പറയാ സമയം കിട്ടും കുറച്ചുകൂടെ നോക്കാനായിട്ട്. കാരണം ഒരു സെക്ഷൻ ആദ്യമേ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേഗം തന്നെ കുറച്ചുകൂടെ സമയം കൂടുതൽ കിട്ടി കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അത് കൂടെ ചെയ്യാൻ പറ്റും. സാധാരണ എന്താണെന്ന് വെച്ചാൽ ബയോളജി എല്ലാവർക്കും പൊതുവെ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. കെമിസ്ട്രി ഫിസിക്സ് ആണ് പാട്. അപ്പൊ അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊരു ആലോചന തന്നെ കൊണ്ടുവന്നത്. നിങ്ങൾ എന്തായിരുന്നാലും ഒരുപാട് പേരുടെ അടുത്ത് ഈ ടൈം ടേബിൾ ചോദിച്ച കാരണം ഈ പറയുന്ന എന്തായിരുന്നാലും നിങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം തന്നെ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ വരണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നോളൂ. എന്റെ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എങ്ങനെയാന്നുള്ളത്. ഒന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ day 13 വരെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് day 14. day 14 വരുമ്പോ നമ്മുടെ ബയോളജി ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് വരും. അതേപോലെ തന്നെ കെമിസ്ട്രി കെമിക്കൽ ബോണ്ടിങ് വരും. അതുപോലെ തന്നെ ഫിസിക്സ് വിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി. എന്റെ അക്ഷരം എനിക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയായിരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ day 14 വരുന്നത്. day 15 വരുന്നത് ബയോളജി റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ വരുമ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഗ്യാസ് ആൻഡ് ലിക്വിഡ്സ്, അത് രണ്ടും വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് ആണ്. സംഭവം എന്താണെന്നറിയാവോ, ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ഒരു 6-7 വർഷം മുമ്പ് കടന്നു പോയത് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ഓർമ്മയൊന്നും കിട്ടുന്നില്ല. എനിക്ക് ബയോളജി മാത്രം ചാപ്റ്റേഴ്സിന്റെ പേരുകൾ ഏകദേശം മൊത്തത്തിൽ അറിയാന്ന് പറയുന്നില്ല, ഏകദേശമെങ്കിലും അറിയാം. ഈ പറയുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ. അപ്പോൾ അതാണ് എനിക്ക് തപ്പല് വരുന്നത്. നെക്സ്റ്റ് day 16 എന്ന് പറയുന്നത് നമ്മുടെ ബയോളജി പ്ലാൻ ഗ്രോത്ത് ആണ് വരുന്നത്. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ നിങ്ങൾ ഹോർമോൺസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. കെമിസ്ട്രി വരുന്ന തെർമോഡൈനാമിക്സ് ആണ്. അത് കുഴപ്പമില്ല, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. ഒറ്റ ക്വസ്റ്റ്യന് കെമിസ്ട്രിയിൽ നിന്ന് തെർമോഡൈനാമിക്സിന് എപ്പോഴും നമ്മുടെ നീറ്റിന് ചോദിക്കാറുള്ളൂ. അതൊരു പ്രോബ്ലം ആയിരിക്കും. നെക്സ്റ്റ് മറ്റേ പ്രോബ്ലം അല്ല, പ്രശ്നമൊന്നല്ല, ഒരു കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നെക്സ്റ്റ് ഫിസിക്സ് day 16 വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ ആണ്. നെക്സ്റ്റ് day 17 ഹ്യൂമൻ ഡൈജഷൻ ആൻഡ് ബ്രീത്തിങ് ആണ് ബയോളജി വരുന്നത്. കെമിസ്ട്രി വരുന്നത് ഇക്വിലിബ്രിയം ആണ്. നെക്സ്റ്റ് വരുന്നത് ഫിസിക്സിനകത്ത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ വർഷം. ഓക്കെ, ഈ വർഷം. നെക്സ്റ്റ് day 18 വരുന്നത് ഹ്യൂമൻ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. 2 ചാപ്റ്ററും വരുന്നുണ്ട്. കാരണം ഹ്യൂമൻ ഫിസിയോളജി വെരി സിമ്പിൾ ആണ്. അതിൽ കൂടുതൽ ജസ്റ്റ് നോക്കി പോകാനേ ഉള്ളൂ. കാരണം ചിലപ്പോൾ ഞാനിപ്പോൾ അത് പഠിച്ചുകൊണ്ടായിരിക്കും അത് അത്രയും ഭയങ്കര സിമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്ന കെമിസ്ട്രി ഹൈഡ്രോജൻ ആൻഡ് റിഡോക്സ് റിയാക്ഷൻ. ആ ചാപ്റ്റർ ആണ് നമ്മൾ day 18 പഠിക്കുന്നത്. പിന്നെ ഫിസിക്സ് വരുന്നത് മോഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി. അത് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അതിനെ പറയാൻ അറിഞ്ഞൂടാ. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് കണ്ടുകൂടാത്ത ചാപ്റ്റർ ആയിരുന്നു ആ ചാപ്റ്റർ. സോറി, ഫിസിക്സിലെ സാറുമാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഫിസിക്സ് ഇഷ്ടമുള്ളവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്താണെന്നുള്ളത്.
ഓക്കെ, നെക്സ്റ്റ് ഡേ 90 വരുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്സ് ആണ്, ബയോളജി. അതുപോലെ തന്നെ കെമിസ്ട്രി വരുന്നത് S&P ബ്ലോക്ക് വരുന്നുണ്ട്. പിന്നെ വർക്ക് എനർജി ആൻഡ് പവർ, അതാണ് ഫിസിക്സിലെ ചാപ്റ്റർ വരുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, വർക്ക് എനർജി ആൻഡ് പവർ. അത് കുറച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കാം. അപ്പൊ മനസ്സിലായല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ ഈ 3 ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വർക്ക് എനർജി ആൻഡ് പവർ. ആ ബേസിസിലാണ് ഞാൻ ഈ ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡേ 20 വരുന്നത് ബയോളജി, ന്യൂറൽ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ, ആ ചാപ്റ്റർ. അതുപോലെ തന്നെ കെമിസ്ട്രി, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അതുപോലെ ഫിസിക്സ് വരുന്നത് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഡേ 21 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ്, ആ ചാപ്റ്റർ വരുന്നുണ്ട്, മോർഫോളജി അനാട്ടമി ഒക്കെ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പിന്നെ വരുന്നത് നമ്മുടെ കെമിസ്ട്രി വരുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്സ്, മോഷൻ ഇൻ പ്ലേ. ഓക്കെ, ഈ 3 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇവരെ എനിക്ക് ഡിവൈഡ് ചെയ്തിടാൻ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇവരെ 3 പേരെ ഞാൻ ഒരുമിച്ചിട്ടത്. നിങ്ങളത് സാദരം അത് നിങ്ങൾ ശ്രമിച്ചു കൊള്ളുക. നെക്സ്റ്റ് ഡേ 22 വരുന്നത് നമ്മുടെ ഇതായിരുന്നു, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആണ്. ആ ചാപ്റ്റർ അറിയാലോ, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, എല്ലാം കാണാതെ പഠിക്കണം കേട്ടോ, അത് വേറെ കാര്യം, കാണാതെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ കെമിസ്ട്രി വരുന്നത് എൻവയോൺമെന്റൽ കെമിസ്ട്രി. അതുപോലെ തന്നെ ഫിസിക്സ് വരുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ഡേ 23 പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം. അതുപോലെ തന്നെ കെമിസ്ട്രി വരുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതുപോലെ തന്നെ ഫിസിക്സിന് അതിന്റെ ചാപ്റ്റർ എനിക്ക് ഇടാനില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കൂടിയിട്ടുള്ള ഒരു MCQ സംഭവങ്ങൾ, അതായത് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാന്നുള്ളതാണ്. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ്ലി ഡേ 1 to ഡേ 23 ആണ് പറഞ്ഞത്, ശരി. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു റിവിഷൻ ഗ്യാപ്പ് തന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോയെങ്കിൽ ഇങ്ങനെ തന്നെ ഡേ 1 to ഡേ 23 വരെ ഫോളോ ചെയ്ത് പോയിട്ട് പിന്നെ ഉള്ള 7 ദിവസം നിങ്ങൾക്ക് MCQs ചെയ്യാം. അതെന്ന് പറയുന്നത് അത് ഒരു പ്ലാൻ. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലത്തെ ഒരു പ്ലാൻ C ആണ്. അതായത് ഈ പറയുന്ന ഡേ 1 to ഡേ 3 നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്ന തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡേ 4 എന്ന് പറയുന്നത് ഞാനിപ്പോ ഡേ 4 ഇപ്പൊ എഴുതിയിരിക്കുന്ന ഏതാണ്, ഹ്യൂമൻ ഹെൽത്ത്, P ബ്ലോക്ക്, വേവ് ഒപ്റ്റിക്സ്. ഡേ 4 എന്ന് പറയുന്നത് നിങ്ങൾ ഈ പഠിച്ച ഡേ 1, ഡേ 2, ഡേ 3യുടെ ഫുൾ റിവിഷൻ വിത്ത് MCQs ചെയ്യാം. അതായത് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യാം, ഫുൾ റിവിഷനും ചെയ്യാം. എന്നിട്ട് ഡേ 5 നിങ്ങൾ ഡേ 4ന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അത് പഠിക്കുക. ഓക്കെ, പിന്നെ ആ ഒരു ഓർഡറിൽ പോവാ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓർഡറിൽ പോവാ. അതായത് 4 ദിവസം മാത്രം പഠിക്കുന്നു. 3 ദിവസം മാത്രം പഠിക്കുന്നു. 4ാമത്തെ ദിവസം നിങ്ങൾ ഈ 3 ദിവസം പഠിച്ചതിന്റെ റിവിഷൻ ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? ടൈം ടേബിൾ സെയിം തന്നെയാണ്, ജസ്റ്റ് ഡേകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. കാരണം നിങ്ങൾ ഈ റിവിഷൻ ഡേ മോക്ക് ടെസ്റ്റും കൂടെ ആഡ് ചെയ്ത് പോകുമ്പോൾ ഈ പറയുന്ന ഡേ 23 തീരാനുള്ള ടൈം ടേബിൾ ഡേ 28 വരെ ഡേ 28 വരെ ആകും. അപ്പോ നിങ്ങൾ ഡേ 1, ഡേ 2, ഡേ 3 വരെ ഞാൻ പറഞ്ഞ ടൈം ടേബിൾ പഠിക്കുന്നു. ഡേ 4 ടൈം ടേബിൾ ഇപ്പൊ നോക്കണ്ട. ഡേ 4 നിങ്ങൾക്ക് റിവിഷൻ ഡേ ആണ്. അപ്പൊ നിങ്ങൾ അന്ന് ഈ പഠിച്ച റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും പഠിച്ച ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഡേ 5, ഡേ 6, ഡേ 7 എന്ന് പറയുന്നതിനകത്ത് ഡേ 4ന്റെ ടൈം ടേബിൾ ഡേ 5 വരും. ഡേ 5ന്റെ ടൈം ടേബിൾ ഡേ 6 വരും. ഡേ 6ന്റെ ടൈം ടേബിൾ ഡേ 7 വരും. അപ്പൊ 3 ദിവസം പിന്നെയും പഠിച്ചു. ഡേ 8 നിങ്ങൾ പിന്നെയും ഈ 3 ദിവസം പഠിച്ചതിന്റെ റിവിഷൻ ചെയ്യാൻ പോവാണ്. അപ്പം 4th ഡേ, 8th ഡേ, 12th ഡേ, 16th ഡേ, 20th ഡേ, 24th ഡേ ആണ് റിവിഷൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരിക. അത് വേറൊരു ടൈപ്പാണ്. അതാണ് എന്റെ പ്ലാൻ C. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്ലാൻ C. അപ്പൊ നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനിൽ ഏതാണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ എടുക്കുക. കാരണം 2 ഈക്വലി ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് എന്റെ ബയോളജി റിവിഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്റെ മൊബൈൽ നമ്പർ, എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. അവിടെ ഞാൻ വിഷയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കൂടുതൽ ടൈം ഞാൻ എടുത്ത് പോകുമ്പോൾ പറഞ്ഞു തന്നു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് കേട്ടോ ഞാൻ എടുത്തത്. അനാവശ്യമായിട്ട് സംസാരിച്ച് ചളി അടിച്ച് ഞാൻ ഒരു സമയം കളഞ്ഞിട്ടില്ല. കൂടുതൽ ചളി അടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ പോവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.